അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. Im Namen des Vaters und des Sohnes und des Heiligen Geistes. Amen. Der Herr sei mit euch. സ്നേഹമുള്ള സഹോദരങ്ങളെ, ബലിയർപ്പിക്കാൻ നമ്മൾ കർത്താവിന് അൽത്താരയ്ക്ക് മുൻപിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ് ഇന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഫാത്തിമയിൽ, ഈ കപ്പേളയിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ദിവസം ബലിയർപ്പിക്കാൻ സാധിക്കുക എന്നത് ഒരുപാട് പേർക്ക് ലഭിക്കാത്ത വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹമാണ്. അവന് കൊടുത്തൊരു ജീവിതത്തിന് അവൻ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന അനുഗ്രഹങ്ങളുടെ, കൃപകളുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ. നന്ദി പറഞ്ഞ് ബലിയർപ്പിക്കാം. അതുപോലെ പ്രത്യേകമായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ നാമം സ്വീകരിച്ച് നാമഹേതു തിരുനാൾ ഘോഷിക്കുന്ന സിസ്റ്റർ ഏഞ്ചല്, അതുപോലെ തന്നെ സിസ്റ്റർ മരിയറ്റ്, സിസ്റ്റർ അനൂപ, ഇവരെ പ്രത്യേകമായിട്ട് നമുക്കിന്ന് ബലിയിലോർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ MSMI 2 സിസ്റ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട്, സ്റ്റാനിയും അതുപോലെ തന്നെ കരോളിനും. അവരുടെ സഭയുടെ ഫീസ്റ്റാണിന്ന്. അപ്പോൾ അവരെയും പ്രത്യേകമായിട്ട് ഓർക്കാം. നമുക്കറിയാവുന്ന നമ്മുടെ കൂട്ടുകാർ, പരിശുദ്ധ അമ്മയുടെ നാമം സ്വീകരിച്ചിട്ടുള്ളവർ, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഭാംഗങ്ങൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഒരുപാട് നിയോഗങ്ങൾ നമുക്കുണ്ട്. നന്ദിയോടെ സ്നേഹത്തോടെ അവരെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപായിട്ട് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കാം. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും നമ്മൾ വീണു പോയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കുറവുകളെയും, നമ്മുടെ എല്ലാ പാപങ്ങളെയും ഓർത്ത് നമുക്ക് അനുതപിക്കാം. Ich bekenne Gott, dem Allmächtigen und allen Brüdern und Schwestern, dass ich Gutes unterlassen und Böses getan habe. Ich habe gesündigt in Gedanken, Worten und Werken, durch meine Schuld, durch meine große Schuld. Darum bitte ich die selige Jungfrau Maria, alle Engel und Heiligen, und euch Brüder und Schwestern, für mich zu beten bei Gott. Der allmächtige Gott, erbarme sich unser, lasse uns die Sünden nach und führe uns zum ewigen Leben. Amen. Herr, erbarme dich unser. Christus, erbarme dich unser. Herr, erbarme dich unser. നിൻ ഗൃഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ, ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം.
കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവ കാമ്യമല്ലോ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. Lasst uns beten. Barmherziger Gott, offene deinen Gläubigen die Schätze der himmlischen Gnade. Die Geburt des Erlösers aus Maria war für uns der Anfang des Heiles. Das Geburtsfest seiner allzeit jungfräulichen Mutter festige und mehre den Frieden und auf Erden. Darum bitten wir durch Christus, unserem Herrn. Amen. സഹോദരരെ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ഡ് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. Hallelujah, hallelujah, hallelujah. Der Herr sei mit euch. Aus dem heiligen Evangelium nach Lukas. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു.
അവിടുന്ന് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തെ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരെ അബ്രാഹത്തിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറയുന്നത് വിനയമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും ഒന്നും അറിയാത്ത നിമിഷത്തിൽ ദൈവഹിതത്തിന് സമ്പൂർണമായിട്ട് സമർപ്പിച്ച് വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ അമ്മ. ആ വിനയം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ നന്ദിയാണ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ, കൃപകളെ ഓർത്തുള്ള താഴ്മയാണ്. അവിടെ ദൈവത്തിൻ്റെ ഹിതത്തിന് ഒന്നും അറിയാത്തപ്പോൾ തലകുനിക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ദൈവത്തോട് മാത്രമല്ല, മനുഷ്യരോടും നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ഇളയമ്മ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ആ ഇളയമ്മയെ പോയി സന്ദർശിക്കും. താൻ ദൈവപുത്രൻ ജന്മം നൽകാനായിട്ട് തിരഞ്ഞെടുക്ക വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും ശുശ്രൂഷയുടെ വഴിയിലേക്ക് നീങ്ങുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നത്. അപ്പം അവിടെ നമ്മൾ ഓർക്കുക, ദൈവത്തോട് മാത്രമല്ല വിനയം, മനുഷ്യരോടും. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ ഇന്നും നമുക്ക് വേണ്ടിയിട്ട് തിരുമുമ്പിൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കുക, നമ്മളൊക്കെ ഈ അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മളൊക്കെ യോഗ്യരാണോ? പലപ്പോഴും അല്ല. നമ്മുടെ യോഗ്യതയൊന്നുമല്ല, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യമാണ്, അനന്തമായ കൃപയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മൾ പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് മാലാഖ എന്ന് പറയുന്നത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, അല്ലേ, കർത്താവ് നിന്നോടുകൂടെ. ഈ കൃപ സ്വീകരിച്ച പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ അവസാനം വരെ അത് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ പിശാചിൻ്റെ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളെയും ഒക്കെ പരാജയപ്പെടുത്തി തനിക്ക് നൽകപ്പെട്ട കൃപയോട് പരിപൂർണമായിട്ട് സഹകരിച്ചതിൻ്റെ വലിയ നിറവാണത്. നമ്മൾ പറയും പാപമില്ലാതെ ജനിച്ചു, അല്ല, ജനന തിരുനാൾ ഘോഷിക്കുമ്പോൾ. പക്ഷേ ജനിച്ചുകൊണ്ട് കാര്യമില്ല, ജീവിക്കണ്ടേ? നമുക്കുമൊക്കെ നമ്മൾ പറയും, നമുക്ക് എന്താ പറയുക, ആരംഭത്തിൽ നമ്മുടെ പാപമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആദം വഴിയായിട്ട് നമുക്ക് ലഭിച്ച ജന്മപാപമുണ്ട്. പക്ഷെ അത് മാമോദീസായോട് നമ്മളും ഈ കൃപ നമുക്ക് ലഭിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ജീവിത വഴികളിൽ ഈ കൃപയോട് കാത്തു നിൽക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. പരിശുദ്ധ അമ്മ എല്ലാ തരത്തിലും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നു ഉടലോടെ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിൻ്റെയൊക്കെ രാജ്ഞിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. നമുക്ക് ചിന്തിച്ച് നോക്കാം, നമ്മൾ ഈ കൃപ ലഭിച്ചവരാണ്. തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ കുരിശിലേറി മരിച്ചത്. പക്ഷെ നമ്മുടെയും വലിയ ഉത്തരവാദിത്വമാണ് ഈ നമുക്ക് ലഭിച്ച കൃപയോട് ചേർന്ന് നിൽക്കുക. നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും കടന്നു വരുന്നുള്ളതാണ് വലിയ കാര്യം. അപ്പം അതുകൊണ്ട് നമുക്ക് ആലോചിച്ച് നോക്കാം, നമ്മളും ഈ കൃപയോട് എന്തുമാത്രം ചേർന്ന്, തമ്പുരാന് കൊടുത്ത വാക്ക് നമ്മൾ എന്തുമാത്രം പാലിക്കുന്നുണ്ട്. ദൈവത്തോടും മനുഷ്യരോടും സഹചരോടും താഴ്മയോടെ നിൽക്കുമ്പോഴാണ് നമ്മളൊക്കെ തിരുമുൻപിൽ ഉയർത്തപ്പെടുക.
കൃപയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയെപ്പോലെ വിനയത്തോടുകൂടെ താഴ്മയോടെ നിൽക്കാനായിട്ട് അവിടെയാണ് കൃപയുടെ നിറവുണ്ടാകുക. താഴ്മയിലാണ് കൃപയുടെ നിറവുണ്ടാകുക. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കൊരു നിമിഷം നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുസഭയെ, പരിശുദ്ധ പിതാവിനെ, മെത്രാന്മാരെ, ശുശ്രൂഷ മേഖലയിലായിരിക്കുന്നവരെ എല്ലാവരും തമ്പുരാൻ്റെ ഹിതമനുസരിച്ച് ആത്മാവിൻ്റെ നിറവോടുകൂടെ ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാമ്മയുടെ ജനനത്തിരുനാൾ ഘോഷിക്കുന്ന ഈ ദിവസം നാം ഹേതുക തിരുനാൾ ഘോഷിക്കുന്ന എല്ലാവരെയും, നമ്മുടെ കൂടെയുള്ള 3 സഹോദരിമാരെയും അതുപോലെ നമുക്ക് പരിചയമുള്ളവരെയൊക്കെ ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഇന്ന് ലോകത്തിൽ നടമാടുകയാണ്. യുദ്ധത്തിൻ്റെ, സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ ജീവിതത്തോട് ദൈവം ചേർത്തു വെച്ച എല്ലാവരെയും, നമ്മുടെ കുടുംബാംഗങ്ങളെയും, നമ്മുടെ സഹോദരങ്ങളെയും, നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും അവരുടെ നിയോഗങ്ങളോടുകൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ താഴ്മയോടുകൂടെ, വിനയത്തോടുകൂടെ ദൈവത്തിനു വ്യാപരിക്കാനും തമ്പുരാൻ്റെ കരങ്ങളിൽ നിന്ന് വരുന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാനും താഴ്മയോടുകൂടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും ക്ഷമിക്കാനും വേണ്ടി വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആഗ്രഹാഭിലാഷങ്ങളെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് സമർപ്പിക്കാം. കാഴ്ചവെപ്പിൻ്റെ ഗാനം. കാഴ്ചയായി നിന്റെ മുൻപിൽ നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, നന്മ പൂർണ്ണ പാലക ഇന്നേകണേ നിൻ ദർശനം.
bist du unser Gott, Schöpfer der Welt. Du schenkst uns den Wein, tu den Wein, stück den Blüten in der കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു. Betet, Brüder und Schwestern, das mein und euer Opfer, Gott dem allmächtigen Vater gefalle. Lasset uns beten. Herr unser Gott, dein eingeborenen Sohn komme uns zu Hilfe in seiner großen Liebe zu uns. Seine Geburt hat die Jungfräulichkeit der Mutter nicht gemindert, sondern geheilt. Durch seine Menschwerdung heilige auch uns. Nimm von uns alle Schuld und mache dir unsere Gabe wohlgefällig. Darum bitten wir durch ihn, Christus, unserem Herrn. Amen. Der Herr sei mit euch. Erhebet die Herzen. Lasset uns danken dem Herrn, unserem Gott. Das ist würdig und recht. In Wahrheit ist es würdig und recht, dir Vater im Himmel zu danken und am Fest der heiligen Jungfrau Maria das Werk deiner Erbarmens rühmen. Du hast sie aus allen Menschen erwählt und gesegnet vor allen Frauen. In ihr erleuchte auf die Morgenröte der Erlösung. Sie hat uns Christus geboren, die Sonne der Gerechtigkeit. Durch ihn preisen dich deine Erlösten und singen mit den Chören der Engel das Lob deiner Herrlichkeit. Isenu Sagadan, Hosanna, Hosanna, Hosanna. Parisuttan, Parisuttan, Parisuttan. നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. മഹിലേശ്വര മഹിമയാൽ നിറയുന്നു. ഹോസാന യേശുവിനു സദരം. Hosanna, Hosanna, Hosanna. Ja, du bist heilig, großer Gott. Du bist der Quell aller Heiligkeit. Darum bitten wir dich. Sende deinen Geist auf diese Gaben herab und heilige sie, damit sie uns werden, Leib und Blut deines Sohnes, unseres Herrn Jesus Christus. Denn am Abend, an dem ausgeliefert wurde und sich auf freien Willen dem Leiden unterwarf, nahm das Brot und sagte Dank, brach es, reichte seinen Jüngern und sprach: Nehmet und esset alle davon. Das ist mein Leib, der für euch hingegeben wird. Ebenso nahm nach dem Mahl den Kelch, dankte wiederum, reichte ihn seinen Jüngern und sprach:
Nehmet und trinket alle daraus. Das ist der Kelch des neuen und ewigen Bundes, mein Blut, das für euch und für alle vergossen wird zur Vergebung der Sünden. Tut dies zu meinem Gedächtnis. Geheimnis des Glaubens. Deine Tode verkünden wir und deine Auferstehung, bis du kommst in Herrlichkeit. Darum, gütiger Vater, feiern wir das Gedächtnis des Todes und der Auferstehung deines Sohnes und bringen dir so das Brot des Lebens und den Kelch des Heiles dar. Wir danken dir, dass du uns berufen hast, vor dir zu stehen und dir zu dienen. Wir bitten dich, schenke uns Anteil an Christi Leib und Blut und lass uns eins werden durch den Heiligen Geist. Gedenke deine Kirche aus der ganzen Erde und vollende dein Volk in der Liebe. Verein mit unserem Pastor Franziskus, unserem Bischof und allen Bischöfen, unseren Priestern, Diakonen, Ordensleuten und mit allen, die zum Dienst in der Kirche bestellt sind. Gedenke aller unserer Brüder und Schwestern, die entschlafen sind der Hoffnung, dass sie auferstehen. Nimm sie und alle, die in deiner Gnade aus dieser Welt geschieden sind, in dein Reich auf, wo sie dich schauen von Angesicht zu Angesicht. Vater, erbarme dich über uns alle, damit uns das ewige Leben zuteil wird in der Gemeinschaft seligen Jungfrau und Gottesmutter Maria, ihr Bräutigam heiligen Josef, mit den Aposteln und mit allen, die bei der Gnade gefunden haben von Anbeginn der Welt, dass wir dich loben und preisen durch deinen Sohn Jesus Christus. Durch ihn und mit ihm und in ihm ist der Gott allmächtiger Vater in der Einheit des Heiligen Geistes alle Herrlichkeit und Ehre, jetzt und in Ewigkeit. Amen. Wir heißen Kinder Gottes und sind es. Darum bitten wir voll Vertrauen. Vater unser im Himmel, geheiligt werde dein Name, dein Reich komme, dein Wille geschehe, wie im Himmel so auf Erden. Unser tägliches Brot gib uns heute und vergib uns unsere Schuld. Und führe uns nicht in Versuchung, sondern erlöse uns von. Erlöse uns, Herr allmächtiger Vater, von allem Bösen und gib Frieden unseren Tagen. Komm zu Hilfe mit deinem Erbarmen und bewahre uns vor Verwirrung und Sünde, damit wir voll Zuversicht das Kommen unseres Erlösers Jesus Christus erwarten. Denn dein ist das Reich und die Macht und die Herrlichkeit in Ewigkeit. Amen. Der Herr hat seinen Aposteln gesagt: Frieden hinterlasse ich euch, meinen Frieden gebe ich euch. Deshalb bitten wir, Herr Jesus Christus, schau nicht auf unsere Sünden, sondern auf den Glauben deiner Kirche und schenke ihr nach deinem Willen Einheit und Frieden. Der Friede des Herrn sei allezeit mit euch. Und mit deinem Geiste. Gebt eine Zeichen des Friedens und der Versöhnung. Lamm Gottes, Du nimmst hinweg die Sünde der Welt, erbarme dich unser. Lamm Gottes, du nimmst hinweg die Sünde der Welt, erbarme dich unser. Lamm Gottes, du nimmst hinweg die Sünde der Welt, gib uns
Seht Christus, das Lamm Gottes, das hinwegnimmt die Sünde der Welt. Aber sprichst du rein, so wird. Wer von diesem Brot isst, wird in Ewigkeit leben.
ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടെ കൊണ്ടിരുന്നു. Lasset uns beten. Allmächtiger Gott, du hast deine Gnade, deine Gemeinde mit dem heiligen Sakrament gestärkt. Erfülle uns mit Freude am Geburtsfest der seligen Jungfrau Maria, denn sie ist die Morgenröte des Heiles und das Zeichen der Hoffnung für die ganze Welt. Darum bitten wir durch Christus, unserem Herrn. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നാമഹിത തിരുനാൾ ഘോഷിക്കുന്ന സിസ്റ്റർ അനുരൂപയ്ക്കും സിസ്റ്റർ ഏഞ്ചലിനും പിന്നെ സിസ്റ്റർ മരിയറ്റിനും എല്ലാവരുടെ നാമത്തിലെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് സഭയുടെ തിരുനാൾ ഘോഷിക്കുന്ന സ്റ്റാനിയായ്ക്കും അതുപോലെ തന്നെ കരോളിനും എല്ലാവരുടെ നാമത്തിൽ തിരുനാളിൻ്റെ മംഗളങ്ങളൊക്കെ ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഈ ദിവസങ്ങൾ ഉണ്ടാകട്ടെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം. Der Herr sei mit euch. Es segne euch dreieinige Gott, der Vater, der Sohn und der Heilige Geist. Amen. Geht hin in Frieden.